നോമിനേഷൻ പ്രക്രിയ കഴിഞ്ഞതിന് ശേഷം അഭിഷേകും സായിയും ലൈവിൽ സംസാരിക്കുന്നുണ്ട്. ഇത്തവണത്തെ നോമിനേഷൻ ഒരു സൂപ്പർ നോമിനേഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തവണ വന്നിരിക്കുന്ന നോമിനേഷൻ ഒരു വെറൈറ്റി ആണെന്നാണ് പറഞ്ഞത്. അത് കാരണം എന്തെന്നാൽ ഇവരെല്ലാവരും ഇത്രയും നാളും ഒളിഞ്ഞിരുന്ന കുറച്ച് മത്സരാർത്ഥികളുണ്ട്. അവിടെ നോമിനേഷനിൽ വരാതെ ഒളിഞ്ഞിരുന്നവർ അവർ ഇത്തവണ നോമിനേഷനിൽ വന്നിരിക്കുകയാണ്. വീക്ക് പ്ലെയേഴ്സ്. ഇതിൽ വീക്ക് പ്ലെയേഴ്സിൽ ആര് പുറത്തു പോകും എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് വീട്ടിലുള്ളവരും, എന്തിനേറെ പറയുന്നു പുറത്തുള്ള ജനങ്ങളും. ഈ വീക്ക് പ്ലെയേഴ്സ് ഒരുമിച്ച് വന്നതുകൊണ്ട് ഇവരിൽ ആര് പുറത്തു പോകും, ആരെ പുറത്താക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഇപ്പോൾ 9 വോട്ടുകളുമായി ശ്രീരേഖ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ശ്രീരേഖയ്ക്ക് മുന്നിൽ ശരണ്യ പോവോ എന്നാണ് സായിയുടെ പേടി. സായി ചിന്തിക്കുന്നത് ശരണ്യ പോവോ, ഇനി ശരണ്യക്ക് ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് സായി പറയുന്നത് ശരണ്യയുടെ അടുത്ത് പറയണം, വിളിച്ചുകൊണ്ട് ഈ ആഴ്ച കത്തിക്കയറണം, അല്ലാന്നുണ്ടെങ്കിൽ പുറത്തു പോകുമെന്ന് ശരണ്യയ്ക്ക് ഒരു വാണിംഗ് കൊടുത്ത് ശരണ്യെ പിടിച്ചു കയറ്റണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യം, ഇത്തവണ നോമിനേഷനിൽ വരാത്ത വ്യക്തികൾ എന്ന് പറയുന്നത് ഒന്ന് അർജുന്റെ വോട്ട് എന്തായാലും ശ്രീധുവിനെ പോകുമെന്ന് അവർക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അത് പറയുന്നുണ്ട്. അവിടെ അർജുന്റെ തൊട്ട് എന്തായാലും ശ്രീധുവിനെ പോകും. അപ്പൊ അർജുന് ശ്രീധു സേഫ് ആക്കും എന്നുള്ള കാര്യം യാതൊരു സംശയവും വേണ്ട എന്ന് സായി പറയുന്നുണ്ട്. പിന്നെ വരുന്ന 2 പേര്, ഒന്ന് സായിയുടെ വോട്ടുകൾ ആർക്ക് പോവും എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആണെന്നാണ് സായി പറയുന്നത്. പക്ഷേ സായിക്ക് അവിടെ ഒരു സിസ്റ്റർ തുല്യ സ്നേഹമുള്ളത് നന്ദനയോടാണ്. അപ്പൊ സായിയുടെ വോട്ടുകൾ നന്ദനയ്ക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ സായിക്ക് അത് ഉറപ്പില്ല. സായി പറയുന്നത് എന്റെ വോട്ടുകൾ ആർക്ക് പോവുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ജാസ്മിൻ ഇത്തവണ നോമിനേഷനിൽ വന്നിട്ടില്ല. ജാസ്മിന്റെ വോട്ടുകൾ ആർക്ക് പോകുമെന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ പവർ റൂമിലുള്ള അഭിഷേക്, നോറ, അൻസിബ, റസ്മിൻ ഇവരുടെ 4 പേരുടെ വോട്ടുകളുണ്ട്. അത് ആർക്ക് പോവും, അതിലും കൺഫ്യൂഷനാണ്. അപ്പൊ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയതുകൊണ്ട് തന്നെ എന്തായാലും ഒരു ലേഡി കണ്ടസ്റ്റന്റ് ആയിരിക്കും പുറത്തു പോവുക എന്ന് സായിയും അഭിഷേകും പറയുന്നുണ്ട്. അതല്ല, 1ൽ കൂടുതൽ പേര് പോകുന്നതൊക്കെയാണെങ്കിൽ പോലും 2 സ്ത്രീ മത്സരാർത്ഥികൾ ഈ ആഴ്ച പുറത്തു പോവും എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ശ്രീരേഖയ്ക്കും ശരണ്യയ്ക്കുമാണ് പോവാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അത് 1 ആണോ 2 ആണോ, ഇവരിൽ ആരെ ഒന്നാണെങ്കിൽ എന്നുള്ള കൺഫ്യൂഷനിലാണ്. എന്തായാലും ഇവർ ഉറപ്പിച്ചു കഴിഞ്ഞു 2 സ്ത്രീ മത്സരാർത്ഥികളാണ് ഈ ആഴ്ച പോകുന്നതെന്ന് സായിയും അഭിഷേകും ഉറപ്പിച്ചിരിക്കുകയാണ്.